ഹലോ എവ്രി വൺ, വെൽക്കം ടു CS ക്ലാസ് റൂം. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെ ഒരു റെഗുലർ എക്സ്പ്രഷനെ ഫൈനൈറ്റ് ഓട്ടോമാറ്റിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഫൈനൈറ്റ് ഓട്ടോമാറ്റിനെ റെഗുലർ എക്സ്പ്രഷനിലോട്ട് എങ്ങനെ കൺവേർട്ട് ചെയ്യാൻ പറ്റും നോക്കിക്കഴിഞ്ഞു. ഇവിടെ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, റെഗുലർ എക്സ്പ്രഷനെ ഫൈനൈറ്റ് ഓട്ടോമാറ്റിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പോവാണ്. പാർട്ട് 1 എന്ന് പറയുമ്പോൾ ജസ്റ്റ് നമ്മൾ ബേസിക് ആയിട്ടുള്ള ബേസിക് എക്സ്പ്രഷൻസ് നമ്മൾ ആദ്യം കൺവേർട്ട് ചെയ്യും. ദെൻ നമ്മൾ പതിയെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള എക്സ്പ്രഷൻസിനെ നമ്മൾ ഫൈനൈറ്റ് ഓട്ടോമാറ്റിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പഠിക്കും. ഓക്കെ, സോ ഇവിടെ ഫൈനൈറ്റ് ഓട്ടോമാറ്റ് ആണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. ദാറ്റ് മീൻസ് നമ്മൾ NFAയിലോട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ എക്സ്പ്രഷൻ ടു NFA എന്ന് എഴുതായിരുന്നു, പക്ഷേ ജനറൽ ആയിട്ട് ഫൈനൈറ്റ് ഓട്ടോമാറ്റ് എന്നാണ് എഴുതിയിരിക്കുന്നത്. കാരണം നമ്മൾ NFAയിലോട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. അതിനകത്ത് എപ്സിലോൺ നമ്മൾ യൂസ് ചെയ്യാം. സോ ഇൻ ജനറൽ നമ്മൾ ഫൈനൈറ്റ് ഓട്ടോമാറ്റിലോട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. ഓൾറൈറ്റ്, സോ നമുക്ക് തുടങ്ങാം. ഓക്കെ, നമ്മൾ ബേസിക് എക്സ്പ്രഷൻ ആണ് ആദ്യം കൺവേർട്ട് ചെയ്യാൻ പോകുന്നത്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ആൽഫബറ്റ് 0,1 ആണ്. ഓൾറൈറ്റ്, ശരി. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എക്സ്പ്രഷനിലോട്ട് പോകാം. നമുക്കറിയാം വളരെ സിമ്പിൾ ആയിട്ടുള്ള എക്സ്പ്രഷൻ R=5. ഇതിൻ്റെ അർത്ഥം empty ലാംഗ്വേജ് എന്നാണ്. empty ലാംഗ്വേജ് അല്ലെങ്കിൽ empty, അത് ഒന്നുമില്ല അതിനകത്ത്. ഓക്കെ, empty string ആണ്. empty ലാംഗ്വേജ് ആണ്. ഓക്കെ, സോ ദാറ്റ് മീൻസ് നമ്മൾ ഒരു ഇൻപുട്ടും എടുക്കുന്നില്ല, ഒന്നും കൊടുക്കുന്നില്ല, അതിനകത്ത് ഒന്നുമില്ല. സോ നമ്മൾ അതിനെ ജസ്റ്റ് ഷോ ചെയ്യാൻ വേണ്ടി ഒരു സർക്കിൾ ഇങ്ങനെ വരയ്ക്കും. റൈറ്റ്, അതിനകത്ത് ഒന്നും നമ്മൾ ഷോ ചെയ്യുന്നില്ല. റൈറ്റ്, ബിക്കോസ് ഒരു ഇൻപുട്ടും അതിനകത്ത് പോകുന്നില്ല. സോ ഇതൊരു ഫൈനൽ സ്റ്റേറ്റ് അല്ല. ഫൈനൽ സ്റ്റേറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ എന്താണ്, 2 സർക്കിൾസ് കോൺസെൻട്രിങ് ആയിട്ടാണ് വരയ്ക്കുന്നത്. സോ നമ്മൾ 0,1 കൊടുക്കുവാണെങ്കിൽ ഒരു ആക്ഷനും ഇവിടെ സംഭവിക്കത്തില്ല എന്നർത്ഥം. ഓക്കെ, ഇത് ഇനീഷ്യൽ സ്റ്റേറ്റും അല്ല. സോ നമ്മൾ ഇതിനെ കാണിക്കുന്നത് എങ്ങനെയാണ്, ഇത് ആവശ്യമില്ല നമുക്ക്, കാരണം ഇത് ജസ്റ്റ് ഒരു തിയറി മാത്രമാണ്. ഓക്കെ, നമ്മളിത് പ്രാക്ടിക്കലി യൂസ് ചെയ്യുന്നില്ല. രണ്ടാമത്തെ നമ്മൾ R=എപ്സൈലോൺ എന്ന് പറയും. എപ്സൈലോൺ എന്ന് പറയാൻ നമുക്കറിയാം അത് എംപ്റ്റി സ്ട്രിങ് ആണ്. എംപ്റ്റി സ്ട്രിങ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഒന്നും കൊടുത്തില്ലെങ്കിലും അക്സെപ്റ്റ് ആവണം. റൈറ്റ്, സോ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ജസ്റ്റ് ഒരു ഫൈനൽ സ്റ്റേറ്റ് ഇങ്ങനെ വരയ്ക്കും. ഇവിടെ നമ്മൾ എന്താണ്, ഇൻപുട്ട് കൊടുക്കുന്നില്ല, ബിക്കോസ് ഇൻപുട്ട് കൊടുത്തില്ലെങ്കിലും ഇത് അക്സെപ്റ്റ് ആവേണ്ടതാണ്. ഓക്കെ, നൗ ഇതിനെ നമ്മൾ ഇതിനെ DFAയിലോട്ട്, ഇത് നമ്മൾ NFA ആണ്, DFAയിലോട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുവാണെങ്കിൽ എങ്ങനെ ഇരിക്കും, DFA. റൈറ്റ്, നമ്മൾ എന്ത് ചെയ്യണം, നമുക്കറിയാം DFAയിൽ എന്താണ്, നമ്മൾ എല്ലാ സ്റ്റേറ്റ്സും കൊടുത്തേ മതിയാവും. റൈറ്റ്, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഒന്നും കൊടുത്തില്ല എങ്കിൽ ഫൈനൽ സ്റ്റേറ്റ്. ഇനി എന്തെങ്കിലും കൊടുക്കുവാണെങ്കിലോ, സപ്പോസ് 0 or 1 നമ്മൾ കൊടുക്കുവാണെങ്കിൽ അത് ഒരു സ്റ്റേറ്റിലോട്ട് പോകും. സപ്പോസ് ആ സ്റ്റേറ്റ് Q1 ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇത് Q0 ആണെന്ന് വിചാരിക്കുക. ഓൾറൈറ്റ്, ഇനി നമ്മൾ എന്താണ്, ഈ സ്റ്റേറ്റിൽ 0,1 കൊടുക്കുമ്പോഴത്തേക്കും ആ സ്റ്റേറ്റിൽ തന്നെ നിൽക്കും. ദാറ്റ് മീൻസ് എന്താണ്, ഒന്നും കൊടുത്തില്ലാത്ത അവസ്ഥയിൽ മാത്രമേ ഇത് അക്സെപ്റ്റ് ആവുള്ളൂ. 0,1 കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഇവിടെ ഇങ്ങനെ ട്രാപ്പായിട്ട് കിടക്കും. ദാറ്റ് മീൻസ് ഇവിടെ ആകെപ്പെടെ അക്സെപ്റ്റ് ആവുന്ന സ്ട്രിങ് എന്താണ്, എപ്സിലോൺ ആണ്. ഓക്കെ, സോ നമ്മൾ ഇത് NFA ആണ്, ഇത് നമ്മൾ നമ്മൾ ഇതായിരിക്കും വരയ്ക്കാൻ പഠിക്കുന്നത്. ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ഈക്വലന്റ് DFA എന്താന്നുള്ള കാര്യം ജസ്റ്റ് കാണിച്ചെന്നേ ഉള്ളൂ. ഓൾറൈറ്റ്, 2-3 എക്സാമ്പിൾ ഞാൻ അങ്ങനെ കാണിക്കും. ഓൾറൈറ്റ്, സോ ദിസ് വാസ് എക്സ്പ്രഷൻ നമ്പർ 2. നൗ സപ്പോസ് എനിക്ക് R=0. ദാറ്റ് മീൻസ് നമ്മുടെ ലാംഗ്വേജിൽ എന്തുണ്ട്, ജസ്റ്റ് 0 മാത്രമേ ഉള്ളൂ. ഇതിന് നമുക്ക് എങ്ങനെ കാണിക്കാൻ പറ്റും, നമുക്കറിയാം. നമ്മൾ എന്ത് ചെയ്തു, ആദ്യം ഒരു സ്റ്റേറ്റ് Q0 നമ്മുടെ ഇനീഷ്യൽ സ്റ്റേറ്റ് ആണ്. നമ്മൾ 0 കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കണം, Q1, ലൈക്ക് ദാറ്റ് മീൻസ് ഫൈനൽ സ്റ്റേറ്റിലോട്ട് ചെല്ലണം. ഓക്കെ, ഇതാണ് അതിൻ്റെ NFA എന്ന് പറയാം. ഓൾറൈറ്റ്, ഇനി സപ്പോസ് ഇതിൻ്റെ DFA വരയ്ക്കാനാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമുക്കറിയാം എല്ലാ സ്റ്റേറ്റിനും എന്ത് പോകണം, ഇൻപുട്ട് പോകണം. Q0, റൈറ്റ്, നമ്മൾ എന്ത് ചെയ്തു, 0 കൊടുത്തു ആൻഡ് ഇറ്റ് കെയിം ടു ഫൈനൽ സ്റ്റേറ്റ്. റൈറ്റ്, പക്ഷെ ഇവിടെ തീരുന്നില്ല, ഇവിടെ 1 കൊടുത്തേ പറ്റും നമുക്ക്, അല്ലേ. സോ 1 കൊടുക്കുവാണെങ്കിൽ എന്ത് സംഭവിക്കും, നമുക്കറിയാം ഒരു ട്രാപ്പ് സ്റ്റേറ്റിലോട്ട് വിട്ടാൽ മതി. 1 കൊടുക്കുവാണെങ്കിൽ ഒരു Q2 എന്ന് പറയുന്ന സ്റ്റേറ്റിലോട്ട് പോയി, ആൻഡ് Q2ൽ എന്താണ് 0,1 വരുവാണെങ്കിൽ അവിടെ തന്നെ നിൽക്കണം. ഇനി Q1ൽ ഇവിടെ നമ്മൾ ഫൈനൽ സ്റ്റേറ്റ്, ഇനി ഇവിടെ 0,1 വരുവാണ്, നമ്മൾ എന്ത് ചെയ്യണം, അത് ഈ ട്രാപ്പ് സ്റ്റേറ്റിലോട്ട് കൊടുക്കണം. ദാറ്റ് മീൻസ് എന്താ DFA ഇത്രയും കോംപ്ലിക്കേറ്റ് ആവാനുള്ള കാരണം വെച്ച് കഴിഞ്ഞാൽ DFAയിൽ നമ്മൾ പറയുവാണ് എല്ലാ സ്റ്റേറ്റിലും എന്ത് പോകണം, 2 ഇൻപുട്ടും പോകണം. റൈറ്റ്, 2 ഇൻപുട്ട് നമുക്കുണ്ടെങ്കിൽ 2 ഇൻപുട്ട് പോയാൽ മതിയാവും. റൈറ്റ്, ആൻഡ് ഓരോ സ്റ്റേറ്റിനും ഈ ഇൻപുട്ട് എടുത്തിട്ട് ഒരു യൂണിക് സ്റ്റേറ്റിലോട്ടേ പോകാൻ പാടുള്ളൂ. ഈ 2 കണ്ടീഷൻ ഫുൾഫിൽ ചെയ്താലേ DFA ആവുള്ളൂ. പക്ഷേ NFAയിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഇല്ല. സോ നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്, NFA ആണ് കൂടുതലും യൂസ് ചെയ്യുന്നത്.
Alright, so this was DFA and this is NFA. So regular expression നിങ്ങൾ ഫൈനൈറ്റ് ഓട്ടോമേറ്റിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ NFA വരച്ചാൽ മതി. സ്പെസിഫിക്കലി DFA വരയ്ക്കാൻ പറഞ്ഞാൽ മാത്രം നിങ്ങൾ DFA വരച്ചാൽ മതി. ഓൾറൈറ്റ്, സോ ഇതായിരുന്നു ഈ 3 ബേസിക് കാര്യം. ഇനിയുണ്ട് കുറച്ച് ബേസിക് ആയിട്ടുള്ള എക്സ്പ്രഷൻസ്. ഓക്കെ, അപ്പോൾ അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് R ഈസ് ഈക്വൽ ടു 0 or 1. 0 or 1 എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ലാംഗ്വേജിൽ എന്തുണ്ടാവണം? 0 and 1, റൈറ്റ്? ആൻഡ് അല്ല ഓർ, 0 അല്ലെങ്കിൽ 1. ഇത് മാത്രമേ നമുക്ക്, വേറെ ഒരു സ്ട്രിങ്സും ഇതിനകത്ത് വരാൻ പാടില്ല. അപ്പോൾ നമ്മൾ ഇതിനെ എങ്ങനെ വരയ്ക്കും? നമ്മളിതിനെ NFA വരയ്ക്കുവാണെങ്കിൽ യു ക്യാൻ സി, നമ്മളൊരു സ്റ്റേറ്റ് എടുത്തു, അത് നമ്മൾ ഇനീഷ്യൽ സ്റ്റേറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ആൻഡ് നമ്മൾ എന്ത് ചെയ്തു? 0 എടുത്താലും 1 എടുത്താലും Q1 സ്റ്റേറ്റിലോട്ട്, ദിസ് ഇസ് ദ ഫൈനൽ സ്റ്റേറ്റ്, അതിലോട്ട് പോകണം. റൈറ്റ്? ഇതായിരിക്കും നമ്മുടെ ഫൈനൈറ്റ് ഓട്ടോമേറ്റ്. ഇനി നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പറയുകയാണ് ഇതിന് DFA വരയ്ക്കാനാണ്. നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ സെയിം സിറ്റുവേഷൻ Q0യിൽ നിന്നും 0 വന്നാലും 1 വന്നാലും നമ്മൾ എന്ത് ചെയ്തു? Q1 സ്റ്റേറ്റിലോട്ട് പോയി. പക്ഷെ അവിടെയും തീരുന്നില്ല. Q1 സ്റ്റേറ്റിൽ 0, 1 വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം കൂടെ നമ്മളിവിടെ മെൻഷൻ ചെയ്യണം. അത് NFL ചെയ്യേണ്ട. റൈറ്റ്? സോ 0, 1 വരെ നമുക്ക് വേണ്ട, നമുക്ക് ആവശ്യമില്ല. അപ്പോൾ 0, 1 വരുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു? വേറൊരു സ്റ്റേറ്റിലോട്ട് വിട്ടു. എന്നിട്ട് ആ സ്റ്റേറ്റിൽ നമ്മൾ അതിനെ ട്രാപ്പ് ചെയ്യിപ്പിച്ചു. ഇനി Q2ൽ 0, 1 വരുവാണെങ്കിൽ അവിടെ തന്നെ നമ്മൾ ലൂപ്പ് ചെയ്യിപ്പിച്ചു. സോ നമുക്ക് ഇവിടെ കിട്ടാൻ പോകുന്നത് എന്തായിരിക്കും? 0 അല്ലെങ്കിൽ 1. ഓൾറൈറ്റ്, അടുത്ത എക്സ്പ്രഷൻ നമുക്ക് നോക്കാം. സപ്പോസ് R ഈസ് ഈക്വൽ ടു 0 സ്റ്റാർ ആണ്. 0 സ്റ്റാർ എന്ന് പറയുമ്പോൾ നമ്മുടെ ലാംഗ്വേജിൽ എന്തൊക്കെ ഉണ്ടാവണം? ഒന്നെങ്കിൽ എംപ്റ്റി സ്ട്രിങ്, 1 0, 2 0, അല്ലെങ്കിൽ 3 0, 4 zeros and so on. സീറോസിന്റെ റിപ്പീറ്റേഷൻ ആണ് 0 or more zeros. ഓക്കെ, നമുക്ക് എങ്ങനെ വരയ്ക്കാൻ പറ്റും ഇതിനെ? യു ക്യാൻ സി, നമ്മൾ NFA വരയ്ക്കുവാണെങ്കിൽ ഒരു ഇനീഷ്യൽ സ്റ്റേറ്റ് എടുത്തു, അതിനെ തന്നെ നമ്മൾ എന്താക്കി? ഫൈനൽ സ്റ്റേറ്റ് ആക്കി. എന്നിട്ട് നമ്മൾ പറയുകയാണ് ഇവിടെ നമ്മൾ 0 കൊടുക്കുവാണ്. ദാറ്റ് മീൻസ് ഒന്നും കൊടുത്തില്ലെങ്കിൽ ഇത് അക്സെപ്റ്റ് ആവും. 1 0 കൊടുക്കുവാണെങ്കിൽ ഇത് അക്സെപ്റ്റ് ആവും. 2 0 കൊടുക്കുവാണെങ്കിൽ ഇത് അക്സെപ്റ്റ് ആവും. റൈറ്റ്? ഇനി ഇതിന്റെ ഈക്വലന്റ് DFA നമുക്ക് എങ്ങനെ വരയ്ക്കാൻ പറ്റും? യു ക്യാൻ സി, Q0 ഒന്നും കൊടുത്തില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ തന്നെ റിപ്പീറ്റ് ചെയ്യിപ്പിക്കും. റൈറ്റ്? ഇനി ഇതിനകത്ത് നമ്മൾ 1 കൊടുക്കുവാണെങ്കിൽ എന്ത് സംഭവിക്കും? 1 കൊടുക്കുവാണെങ്കിൽ എന്താണ്? അതൊരു വേറെ സ്റ്റേറ്റിലോട്ട് പോകണം. ഓക്കെ, Q1 സ്റ്റേറ്റിലോട്ട് പോയി. ആൻഡ് Q1ൽ 0 അല്ലെങ്കിൽ 1 വരുവാണെങ്കിൽ അവിടെ തന്നെ നിൽക്കണം. ഓൾറൈറ്റ്, അപ്പോൾ എന്താവും? ഇത് ഇവിടെ തന്നെ ട്രാപ്പ് ആവും. നമുക്ക് നമ്മുടെ ഔട്ട്പുട്ടിൽ എന്ത് കിട്ടുള്ളൂ? 0. 1 0 എടുക്കുവാണെങ്കിൽ യു ക്യാൻ സി ഈ 0, 2 0 എടുക്കുകയാണെങ്കിൽ 0 0, 3 0 എടുക്കുകയാണെങ്കിൽ 3 0, 1 വരുവാണെങ്കിൽ യു ക്യാൻ സി ഇറ്റ് ഗോസ് ഓവർ ഹിയർ. എന്നിട്ട് ഇതെന്താണ്? ഇവിടെ നിന്ന് തിരിച്ച് ഒരിക്കലും വരാൻ പറ്റാത്ത സിറ്റുവേഷനിൽ ഇത് ട്രാപ്പ് സ്റ്റേറ്റിലോട്ട് നിൽക്കും. റൈറ്റ്? ഇനി നിങ്ങൾക്ക് ഇത് ഫൈനൈറ്റ് ഓട്ടോമേറ്റിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? NFA മാത്രം വരച്ചാൽ മതി. കാരണം അതിനകത്ത് എല്ലാ ഇൻപുട്സ് എടുക്കണമെന്ന് നിർബന്ധം ഇല്ല. ഓക്കെ, ഇനി നമുക്ക് അടുത്ത എക്സ്പ്രഷനിലോട്ട് പോകാം. ഇതെന്താണ് പറയുന്നത്? ആറാമത്തെ നമ്മുടെ എക്സ്പ്രഷൻ പറയുന്നത് 0 സ്റ്റാർ ഓർ 1 സ്റ്റാർ. ഇതിന്റെ അർത്ഥം എന്തായിരിക്കും? ഇതിന്റെ അർത്ഥം എന്ന് പറയുമ്പോൾ സപ്പോസ് L of M നമ്മൾ ലാംഗ്വേജ് വരയ്ക്കുവാണെങ്കിൽ നമുക്ക് എന്ത് വേണം? ഒന്നെങ്കിൽ സീറോസ് അല്ലെങ്കിൽ വൺസ്. സീറോസും വൺസിന്റെ കോമ്പിനേഷൻ അല്ല ഇത്. ഇതെന്താണ്? ഒന്നെങ്കിൽ നൾ സ്ട്രിങ്, അല്ലെങ്കിൽ 1 0, 2 0, 3 0. ഓക്കെ, അങ്ങനെ പോവാം. അല്ല എങ്കിൽ 1, 2 1, 3 1 ആൻഡ് സോ. ഇതാണ് അതിന്റെ അർത്ഥം. ഇതിനകത്ത് കോമ്പിനേഷൻ ഓഫ് സീറോസ് ആണ്. 0 സ്റ്റാർ ഓർ 1 സ്റ്റാർ. ഓക്കെ, സോ ഡോണ്ട് ഇത് കൺഫ്യൂസ് ആവരുത് നിങ്ങൾ. ഇത് രണ്ടിന്റെ കോമ്പിനേഷൻ അല്ല. അപ്പൊ നമുക്ക് ഇതെങ്ങനെ വരയ്ക്കാൻ പറ്റും? യു ക്യാൻ സി, നമ്മൾ Q0 എന്ന് പറഞ്ഞ ഒരു ഇനീഷ്യൽ സ്റ്റേറ്റ് എടുത്തു. അതിൽ നമ്മൾ എപ്സിലോൺ കൊടുക്കുവാണെങ്കിൽ ഒരു സ്റ്റേറ്റിലോട്ട് പോവാന്ന് വിചാരിക്കുക. ഓക്കെ, അത് ഫൈനൽ സ്റ്റേറ്റ് ആണ് നമ്മുടെ. ഓക്കെ, ഇനി ഇതിനകത്ത് നമ്മൾ എന്ത് ചെയ്യണം? 0. ഈ പാത്ത് 0ന് വേണ്ടി നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുകയാണ്. ഓൾറൈറ്റ്, ഇനി നമ്മൾ ഇതിനകത്ത് എപ്സിലോൺ കൊടുക്കുവാണെങ്കിൽ വേറെ സ്റ്റേറ്റിലോട്ട് പോകണം. ആ സ്റ്റേറ്റ് എന്താണ്? നമ്മുടെ ഫൈനൽ സ്റ്റേറ്റ് ആണ്. അത് നമ്മൾ 1ന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുകയാണ്. ഓൾറൈറ്റ്, സോ 0 ഓർ മോർ നമ്പർ ഓഫ് സീറോസ് ഈ പാത്താണ്. 0 ഓർ മോർ നമ്പർ ഓഫ് വൺസ് ഈ പാത്താണ്. ഓൾറൈറ്റ്, യു ക്യാൻ സി. ഇനി ഇതിന്റെ DFA, ഓക്കെ, ജസ്റ്റ് നമ്മൾ ആ ഒരു കാര്യം ഓർത്താൽ മതി. നമ്മൾ എന്താണ്? സപ്പോസ് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മളൊരു ഇനീഷ്യൽ സ്റ്റേറ്റ്, സപ്പോസ് അത് Q0 ആണ്. ഓൾറൈറ്റ്, 0 എടുത്തിട്ട് അത്
എങ്ങോട്ടേക്ക് പോവാണ്? ഒരു സ്റ്റേറ്റിലോട്ട് പോവാണ്. ഓൾറൈറ്റ്, ഞാൻ ആ സ്റ്റേറ്റിനെ ലേബിൾ ചെയ്യുന്നില്ല. ഓൾറൈറ്റ്, ഇനി വീണ്ടും ഇവിടെ 0 എടുത്തിട്ട് ഇവിടെ തന്നെ നിൽക്കുവാണ്. ഇനി ഇത് 1 എടുക്കുവാണെങ്കിൽ നമ്മൾ എന്ത് പറയും? ഒരു ട്രാപ്പ് സ്റ്റേറ്റിലോട്ട് പോകുന്ന പോലെ നമ്മൾ കാണിക്കണം. ഓക്കെ, അത്രമാത്രം നമ്മൾ ചെയ്താൽ മതി. ഒരു ട്രാപ്പ് സ്റ്റേറ്റിലോട്ട് പോകുന്ന പോലെ നമ്മൾ കാണിച്ചിട്ട് എന്നിട്ട് ഇവിടെ 0 1 വരുവാണെങ്കിൽ അവിടെ തന്നെ നിർത്തണം. ഓൾറൈറ്റ്, ആൻഡ് അതുപോലെ തന്നെ യു ക്യാൻ സി 1ന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? 1. ഓൾറൈറ്റ്, ആൻഡ് നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഒരു ഫൈനൽ സ്റ്റേറ്റ് കൊടുക്കണം. എന്നിട്ട് ഇവിടെ 1 വരുവാണെങ്കിൽ 1 അവിടെ തന്നെ നമ്മൾ ഷോ ചെയ്യിപ്പിക്കണം. ഇനി ഇവിടെ 0 വരുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളിതിനെ ഈ ട്രാപ്പ് സ്റ്റേറ്റിലോട്ട് വിടണം. ഓക്കെ, സോ ഇതിൻ്റെ ആവശ്യമില്ല. നമ്മൾ ഫൈനൈറ്റ് ഓട്ടോമാറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? NFA ഷോ ചെയ്താൽ മതി. ഓൾറൈറ്റ്, ഓക്കെ. സോ ഇനി അടുത്ത എക്സ്പ്രഷൻസിലോട്ട് നമുക്ക് പോവാം. ഇനി ഇതെന്താണ് പറയുന്നത്? 0 1. ഇനി ഞാൻ ഇവിടെ DFA ഇനി വരയ്ക്കത്തില്ല, കാരണം അതിൻ്റെ ആവശ്യം ഇല്ല. ഓൾറൈറ്റ്, സോ യു ക്യാൻ സി 0 1 ഹോൾ സ്റ്റാർ എന്ന് പറയുമ്പോൾ എന്താണ്? ഈ ലാംഗ്വേജിൽ എന്തൊക്കെ ഉണ്ടാവാം? ഒന്നെങ്കിൽ എപ്സിലോൺ. ഓൾറൈറ്റ്, ഒന്നുമില്ലാതെ ഇരിക്കാം, കാരണം സ്റ്റാർ ആണ് കൊടുത്തിരിക്കുന്നത്. ദറ്റ് മീൻസ് 0 വരാം. അല്ലെങ്കിൽ മിനിമം സ്ട്രിങ് എന്താണ്? 0 1 ആണ്. ഇനി അടുത്ത എന്തായിരിക്കും? 0 1ന്റെ കോമ്പിനേഷൻസ് ആയിരിക്കും വരാൻ പോകുന്നത്. സോ 0 1 0 1 0 1. ഓൾറൈറ്റ്, അടുത്ത 0 1 0 1 0 1. ഇങ്ങനെ ആയിരിക്കും ഇതിന്റെ ലാംഗ്വേജ് ഫോം ആവുന്നത്. ഓൾറൈറ്റ്, അപ്പോൾ നമുക്കിത് ഇങ്ങനെ വരയ്ക്കാൻ പറ്റും. യു ക്യാൻ സി നമ്മൾ ഒരു Q0 സ്റ്റേറ്റ് എടുത്തു. ഓൾറൈറ്റ്, നമ്മൾ എന്ത് ചെയ്തു? ഒന്നും കൊടുത്തില്ല എങ്കിൽ ഇത് അക്സെപ്റ്റ് ആണ്. ദറ്റ് മീൻസ് ഈ സ്റ്റേറ്റ് നമ്മൾ എന്താക്കി? ഫൈനൽ സ്റ്റേറ്റ് ആക്കി. ഒന്നും കൊടുത്തില്ല, അക്സെപ്റ്റ് ആയി. ഓൾറൈറ്റ്, ഇനി നമ്മൾ എന്താണ്? ഈ സ്റ്റേറ്റ് സപ്പോസ് 0 1 അക്സെപ്റ്റ് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. 0. ഓൾറൈറ്റ്, 0 എടുത്തിട്ട് ഒരു സ്റ്റേറ്റിലോട്ട് പോയി. ഇനി 1 എടുത്തിട്ട് അതിനെ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഞാൻ തിരിച്ചിങ്ങോട്ടേക്ക് വിട്ടു. ഓൾറൈറ്റ്, നൗ യു ക്യാൻ സി ഇതാണ് ഇതിന്റെ ഓട്ടോമാറ്റിക്. കാരണം വെച്ചാൽ യു ക്യാൻ സി 0 1 അക്സെപ്റ്റ് ആവുന്നുണ്ട്. റൈറ്റ്, എപ്സിലോൺ അക്സെപ്റ്റ് ആവുന്നുണ്ട്, കാരണം ഒന്നും കൊടുത്തില്ലെങ്കിൽ ഇവിടെ അക്സെപ്റ്റ് ആവുന്നുണ്ട്. 0 1 യു ക്യാൻ സി ദിസ് പാത്ത്. ഇങ്ങനെ എടുത്തിട്ട് പിന്നെ ഇങ്ങോട്ട് പോയി. സപ്പോസ് 0 1 ആണെങ്കിൽ 0 1 0 1. അപ്പോൾ ഇത് എത്ര കോമ്പിനേഷൻ ആണ്? എന്താണ്? ഇത് അക്സെപ്റ്റ് ആവും. ഓൾറൈറ്റ്, ഇത് ഇങ്ങനെ ലൂപ്പിൽ പോയിക്കൊണ്ടിരിക്കുക. 0 1 0 1 കണ്ടു. യു ക്യാൻ സി ഇത് ഫൈനൽ സ്റ്റേറ്റിലോട്ട് പോയിട്ടാണ് അത് അക്സെപ്റ്റ് ആവുന്നത്. ഓൾറൈറ്റ്, സോ ദിസ് ഈസ് ദ ബേസിക് എക്സ്പ്രഷൻ 0 1 ഹോൾ സ്റ്റാർ. ഓൾറൈറ്റ്, അപ്പോൾ നമ്മുടെ അടുത്ത എക്സ്പ്രഷൻ എന്ന് പറയുമ്പോൾ ഇതാണ്. യു ക്യാൻ സി ഇതിന് നമ്മൾ എന്ത് എക്സ്പ്രഷൻ കിട്ടിയാലും നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ലാംഗ്വേജ് എഴുതാൻ ശ്രമിക്കണം. ഇതിനകത്ത് നള്ള് വരുമോ? ഇല്ല. ഇത് നള്ള് എടുത്താൽ തന്നെയും ഇവിടെ ഒരു 1 വരുന്നുണ്ട്. റൈറ്റ്, സോ ഇത് നള്ള് എടുത്താലും ഇത് 1 ആവുമ്പോഴത്തേക്കും എന്താവും? 1 ആവും. സോ മിനിമം സ്ട്രിങ് എന്താണ്? 1 ആണ്. ഇനി എന്തൊക്കെ അക്സെപ്റ്റ് ആവാം? 0 1 ഇതിനകത്ത് 1 എടുത്തു. റൈറ്റ്, ഇതെന്താണ്? ബേസിക്കലി നമ്മൾ നേരത്തെ നോക്കിയായിരുന്നു 0 ഓർ മോർ കോമ്പിനേഷൻസ് ഓഫ് 0 1. റൈറ്റ്, സോ 0 1 നമ്മൾ എടുത്തു. 0 1 എടുക്കുവാണ്, അത് എൻഡ് ആവുന്ന എന്താണ്? ഈ 1 വെച്ചിട്ടായിരിക്കും. സോ അടുത്ത സ്ട്രിങ് ഇതായിരിക്കും. ഇനി എന്താ? 0 1ന്റെ 2 കോമ്പിനേഷൻ എടുത്തു. 0 1 0 1. പക്ഷെ എൻഡ് ആവുന്നത് എന്താണ്? ഈ 1 വെച്ചിട്ടായിരിക്കും. സോ 1. റൈറ്റ്, ഇനി 3 കോമ്പിനേഷൻ എടുക്കാം. 0 1 0 1 0 1. അഗെയിൻ ഒരു 1 ഉണ്ടാവും. ഓൾറൈറ്റ്, സോ ഇതുപോലെ ആയിരിക്കും ഇതിന്റെ ലാംഗ്വേജ് പോകുന്നത്. ഓൾറൈറ്റ്, അപ്പോൾ നമുക്ക് ഇതിന്റെ ഫൈനൈറ്റ് ഓട്ടോമാറ്റ് നമുക്ക് എങ്ങനെ വരയ്ക്കാൻ പറ്റും? ലുക്ക് ഹിയർ, നമ്മൾ എന്ത് ചെയ്യും? സപ്പോസ് Q0 എടുത്തു. നള്ളില്ലാത്തതുകൊണ്ട് ഇത് അക്സെപ്റ്റ് ചെയ്യിപ്പിക്കേണ്ട. റൈറ്റ്, സപ്പോസ് ഇതിന്റെ മിനിമം സ്ട്രിങ് എന്താണ്? 1 ആണ്. സോ ഞാൻ എന്ത് ചെയ്തു? സപ്പോസ് 1 കൊടുത്തു. റൈറ്റ്, ഞാൻ Q1 പോയിട്ട് ഇതിനെ അക്സെപ്റ്റ് ചെയ്യിപ്പിച്ചു, കാരണം 1 നമുക്ക് അക്സെപ്റ്റ് ചെയ്യിപ്പിക്കണം. റൈറ്റ്, സോ ഇത് നമ്മൾ ചെയ്തു. ഇനി ഇങ്ങനത്തെ ഇതിന് നമ്മൾ അക്സെപ്റ്റ് ചെയ്യിപ്പിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? സോ നമ്മൾ 0 കൊടുത്തു. റൈറ്റ്, 0 കൊടുത്തിട്ട് നമ്മൾ സപ്പോസ് 0 കൊടുത്തിട്ട് ഒരു സ്റ്റേറ്റിലോട്ട് പോയി. ഓക്കെ, ഇനി 1 വരുവാണെങ്കിൽ നമ്മൾ എന്ത്? യു ക്യാൻ സി 1 വരുവാണെങ്കിൽ നമ്മൾ അടുത്ത ഒരു സ്റ്റേറ്റിലോട്ട് ഇങ്ങോട്ടേക്ക് പോവുകയാണെങ്കിൽ അത് എങ്ങും എത്താതെയാവും. റൈറ്റ്, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 1 നമ്മൾ ഇവിടെ കൊടുക്കുവാണെങ്കിൽ, സപ്പോസ് നമ്മൾ 1 ഇവിടെ കൊടുത്തു. റൈറ്റ്, സോ എന്ത് സംഭവിക്കും? 0 ഇങ്ങോട്ടേക്ക് വന്നു, അവിടെ നിന്ന് 1 എടുത്തു, ഇങ്ങോട്ടേക്ക് പോയി, ദെൻ വീണ്ടും ഒരു 1 എടുക്കുവാണെങ്കിൽ ഫൈനൽ സ്റ്റേറ്റിലോട്ട് പോകും. ഓൾറൈറ്റ്, സോ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ഫൈനൈറ്റ് ഓട്ടോമേറ്റ് റെഡിയായി. കാരണം വെച്ച് കഴിഞ്ഞാൽ യു ക്യാൻ സി ഇനി നമ്മൾ സപ്പോസ് ഇതിനെ അക്സെപ്റ്റ് ചെയ്യിപ്പിക്കണം. 0 1. റൈറ്റ്, 0 1 1. റൈറ്റ്, സോ ഈ 1 എന്താ? എപ്പോഴും ഇങ്ങോട്ടേക്ക് പോകണം. റൈറ്റ്, 1 എപ്പോഴും ഈ ലാസ്റ്റ് 1 എപ്പോഴും വരണം.
അതുകൊണ്ട് നമ്മൾ ഈ രീതിയിൽ ഡിസൈൻ ചെയ്യണം. ക്ലിയർ ആയോ എല്ലാവർക്കും? ഓൾറൈറ്റ്, നമുക്ക് നമ്മുടെ അടുത്ത എക്സ്പ്രഷനിലോട്ട് പോകാം. അടുത്ത എക്സ്പ്രഷൻ ഇതാണ് പറയുന്നത് 0 1 ഹോൾ സ്റ്റാർ 0. ദാറ്റ് മീൻസ് 0 1ന്റെ കോമ്പിനേഷൻ ഫോളോഡ് ബൈ 1 0. ദാറ്റ് മീൻസ് ഇവിടെ മിനിമം സ്ട്രിങ് എന്തായിരിക്കും? മിനിമം സ്ട്രിങ് നമ്മൾ 0 ആയിരിക്കും. പിന്നെ നമ്മൾ സപ്പോസ്, കാരണം വൈ, ബിക്കോസ് നമ്മൾ ഇതിനെന്ത് ചെയ്തു? 0 ആയിട്ട് എടുത്തു. ഇനി നമ്മൾ അതിന് ഒരു 1 ആയിട്ട് എടുക്കുവാണെങ്കിൽ ദാറ്റ് മീൻസ് 1 കോമ്പിനേഷൻ ഓഫ് 0 1 ഫോളോഡ് ബൈ 1 0. 2 കോമ്പിനേഷൻ ഓഫ് 0 1 എടുക്കുവാണെങ്കിൽ 0 1 0 1 ഫോളോഡ് ബൈ 1 0. 3 കോമ്പിനേഷൻ എടുക്കുവാണെങ്കിൽ 0 1 0 1 0 1 ഫോളോഡ് ബൈ 0. ഇതായിരിക്കും നമ്മുടെ ലാംഗ്വേജ് വിച്ച് ഈസ് അക്സെപ്റ്റിംഗ്. ഓക്കെ, നമുക്ക് ഇതിനെ എങ്ങനെ വരയ്ക്കാൻ പറ്റും? യു ക്യാൻ സി, നമുക്ക് Q0 എടുത്ത് നമ്മൾ 0 എടുക്കുവാണെങ്കിൽ നമ്മൾ എങ്ങോട്ടേക്ക് വന്നു? Q1 വന്നു. ആൻഡ് Q1 നമ്മൾ എന്ത് ചെയ്തു? അക്സെപ്റ്റ് ചെയ്യിപ്പിച്ചു. ഓക്കെ, സോ നമ്മുടെ മിനിമം സ്ട്രിങ് നമ്മൾ ആദ്യം അക്സെപ്റ്റ് ചെയ്യിപ്പിച്ചു. ഇനി നമ്മൾ നോക്കുവാണ് നമുക്ക് ഇനി എന്താ വേണ്ടത്? യു ക്യാൻ സി 0 1 എപ്പോഴും വരുന്നുണ്ട്. 0 1 0 1 0 1 0 1 0 1 0 1ന്റെ കോമ്പിനേഷൻ എപ്പോഴും വരുന്നുണ്ട്, ഫോളോഡ് ബൈ 1 0. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? 0. ഓക്കെ, സപ്പോസ് ഇവിടെ ഞാൻ Q2 എന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റ് കൊടുത്തു. ദെൻ അത് 1 എടുക്കുവാണെങ്കിൽ വീണ്ടും ഇങ്ങോട്ടേക്ക് വന്നു, റൈറ്റ്. ആൻഡ് 0 എടുക്കുവാണെങ്കിൽ ഇങ്ങോട്ടേക്ക് വന്ന് അതെടുക്കും. യു ക്യാൻ സി 0 ഇങ്ങോട്ടേക്കും പോവും. ഓൾ റൈറ്റ്, സോ ഇതെടുത്തിട്ട് അക്സെപ്റ്റ് ആവുകയാണ്. സോ ഇത് നമുക്ക് വരയ്ക്കാൻ പറ്റും. അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇങ്ങനെയും വരയ്ക്കാം. Q0 എടുത്തിട്ട് 0 എടുത്തുപോയി ആൻഡ് Q1 പോയെന്ന് വിചാരിക്കുക. ആൻഡ് 1 എടുത്തിട്ട് തിരിച്ചിങ്ങോട്ടേക്ക് വന്നു. യു ക്യാൻ സി 0 എടുത്തിട്ട് നമ്മൾ ഇതിനെ അക്സെപ്റ്റ് ചെയ്യിപ്പിച്ചെന്ന് വിചാരിക്കുക. ദാറ്റ് മീൻസ് Q1 സ്റ്റേറ്റ് അക്സെപ്റ്റ് ആയി. ദെൻ 0 1 വീണ്ടും 0. ദാറ്റ് മീൻസ് 0 1 0 അക്സെപ്റ്റ് ആവുന്നുണ്ട്. 0 1 0 1 0 ഇത് അക്സെപ്റ്റൻസ്. സോ ഇങ്ങനെ നമുക്ക് വരയ്ക്കാം. ഓൾറൈറ്റ്, നൗ നെക്സ്റ്റ് നമുക്ക് നോക്കാം. നെക്സ്റ്റ് നമ്മുടെ 0 സ്റ്റാർ 1 സ്റ്റാർ, ഇത് നമുക്ക് എങ്ങനെ കാണാൻ പറ്റും? ഓക്കെ, സോ ഇതിനകത്ത് യു ക്യാൻ സി 0 സ്റ്റാർ 1 സ്റ്റാർ എന്ന് പറയുമ്പോൾ നമുക്ക് സപ്പോസ് ഞാൻ 0നെ നൾ എടുത്തു. 0 സ്റ്റാർ എന്ന് പറയുമ്പോൾ 0 ഓർ മോർ കോമ്പിനേഷൻ ഓഫ് സീറോസ്. ഞാൻ നൾ എടുത്തു. ഞാൻ 1ന്റെയും നൾ എടുത്തു. ദാറ്റ് മീൻസ് എന്തായിരിക്കും? നൾ സ്ട്രിങ് ഇവിടെ ഉണ്ട്. ഓൾറൈറ്റ്, ഇനി നമുക്ക് എന്താണ്? സപ്പോസ് ഞാൻ 0നെ എടുക്കുന്നേ ഇല്ല, റൈറ്റ്. കാരണം 0നെ ഞാൻ എപ്പോഴും നള്ളാക്കി വെച്ചപ്പോൾ എനിക്ക് എന്തുണ്ടാവും? 1ന്റെ കോമ്പിനേഷൻ ഉണ്ടാവും. സോ 1 1 1 ഇങ്ങനെ കോമ്പിനേഷൻ വരാൻ എനിക്ക്. സപ്പോസ് ഞാൻ 1നെ എടുക്കുന്നില്ല, 0നെ മാത്രമേ എടുക്കുന്നുള്ളൂ. സോ 0 0 0 0 0 ഈ കോമ്പിനേഷൻ ഉണ്ടാവാം. പിന്നെ ഒരു കോമ്പിനേഷൻ ഉണ്ടാവുന്ന എന്താണ്? 0 എനി നമ്പർ ഓഫ് സീറോസ് ഫോളോഡ് ബൈ എനി നമ്പർ ഓഫ് 1. സപ്പോസ് 0 1 1 ഈ കോമ്പിനേഷൻ ഉണ്ടാവാം. 0 1 ഉണ്ടാവാം. 0 1 മിനിമം ആണ്. ഒരു 0 ആൻഡ് ഒരു 1. ആൻഡ് സപ്പോസ് ഞാൻ 2 0 ഒരു 1 അങ്ങനെ എടുക്കാം എനിക്ക്. 3 zeros ഫോളോഡ് ബൈ 3 1s, 3 zeros ഫോളോഡ് ബൈ 2 1s എന്തും വരാം. സോ എന്താ വരേണ്ടത്? zeros ഫോളോഡ് ബൈ 1s അങ്ങനെയാണ് വരേണ്ടത് ഇവിടെ. ഓൾറൈറ്റ്, സോ ഇതായിരിക്കും അതിന്റെ ലാംഗ്വേജ്. നമുക്ക് ഇതെങ്ങനെ വരയ്ക്കാൻ പറ്റും? സോ സപ്പോസ് നമ്മൾ ഇതാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. നമ്മൾ എന്ത് ചെയ്യും? സിമ്പിൾ ആയിട്ട് നമ്മൾ ഒരു സ്റ്റേറ്റ് എടുത്തു. സപ്പോസ് Q0 സ്റ്റേറ്റ് എടുത്തു നമ്മൾ. ഓൾറൈറ്റ്, ആൻഡ് നമ്മൾ പറയുവാണ് എപ്സിലോൺ എടുത്തിട്ട് എപ്സിലോൺ എടുത്തിട്ട് ഫൈനൽ സ്റ്റേറ്റിലോട്ട് പോയി, QF പോയി. സപ്പോസ് QF നമ്മുടെ ഫൈനൽ സ്റ്റേറ്റ്, QF പോയി. നൗ 0 വരുവാണെങ്കിൽ എന്താണ്? 0 വരുവാണെങ്കിൽ ഇവിടെ കൊടുത്തു. അപ്പോൾ എനി സീറോസ് അക്സെപ്റ്റ് ആവുന്നത് തീർച്ചയായിട്ടും അക്സെപ്റ്റ് ആവുന്നുണ്ട്. കാരണം എന്താണ്? സപ്പോസ് 0 എനിക്ക് അക്സെപ്റ്റ് ചെയ്യിപ്പിക്കണം. 0 അപ്പോൾ യൂസ് ചെയ്ത് ഇറ്റ് ഈസ് ഓൺലി ഗോയിങ് ടു നോ ഇറ്റ് വിൽ ടേക്ക് എപ്സിലോൺ ഓൾസോ ആൻഡ് ഇറ്റ് വിൽ ഗോ ടു QF സ്റ്റേറ്റ്. ദാറ്റ് മീൻസ് 0 എന്ന് പറയുമ്പോഴത്തേക്ക് Q0 0 എടുത്ത് Q0 വന്നു. ദെൻ എപ്സിലോൺ ഒന്നും എടുക്കാതെ QF പോയി. ദാറ്റ് മീൻസ് 0 ഇസ് അക്സെപ്റ്റഡ്, റൈറ്റ്. ആൻഡ് അതുപോലെ 1 ഞാൻ ഇവിടെ കൊടുത്തു. ദാറ്റ് മീൻസ് Q0 1 വരുമ്പോഴത്തേക്കും എപ്സിലോൺ എടുത്തിട്ട് QF പോയിട്ട് പിന്നെ 1 എടുത്തിട്ട് അക്സെപ്റ്റ് ആവും. സോ ദിസ് ഈസ് കംപ്ലീറ്റ്ലി അക്സെപ്റ്റബിൾ. ഈ NF നമുക്ക് വരയ്ക്കാൻ പറ്റും. നൗ വാട്ട് അബൌട്ട് 0 1? 0 എടുത്തു. 1 നമ്മൾ എന്താണ്? എപ്സിലോൺ മൂവ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്തു? 1 ഇവിടെ പോയി ആൻഡ് 1 എടുത്തു. ദാറ്റ് മീൻസ് 0 1 അക്സെപ്റ്റഡ്. ഹൗ അബൌട്ട് 0 1 1? സെയിം സിറ്റുവേഷൻ. 0 എടുത്തിട്ട് ഇവിടെ നിന്നു ആൻഡ് 1 എടുത്ത് എപ്സിലോൺ മൂവ് വഴി ഇങ്ങോട്ട് വന്ന് 1 2 തവണ എടുത്ത് അക്സെപ്റ്റ് ആയി. ഹൗ അബൌട്ട് 0 1 0 1? ഇത് അക്സെപ്റ്റ് ആവുമോ? 0 റൈറ്റ് ആൻഡ് 1
ഈ എപ്സിലോൺ എടുത്തിട്ട് 1 എടുത്തു. നൗ യു ക്യാൻ സി ദർ ഇസ് നോ സീറോ ഓവർ. ഇനി ഇവിടുന്ന് സീറോ പോവാൻ വഴിയില്ല. സോ ദിസ് വോണ്ട് ബി അക്സെപ്റ്റഡ്, റൈറ്റ്? കാരണം സീറോ പോവാൻ സ്ഥലമില്ലാത്തതുകൊണ്ട്, നമുക്ക് സ്റ്റേറ്റ്സ് ഇല്ലാത്തതുകൊണ്ട് എന്താണ്, അക്സെപ്റ്റ് ആവത്തില്ല. 0, 1 വരെ നിന്നിട്ട് പറയും അടുത്ത സ്റ്റേറ്റ്സ് ഇല്ല എന്ന് പറയും. സോ ദിസ് ഈസ് ദി NFA ഫോർ ദിസ് റെഗുലർ എക്സ്പ്രഷൻ. ഓൾറൈറ്റ്, നൗ നെക്സ്റ്റ് എന്താണ്, 0 or 1 ഹോൾസ്. ദിസ് ഇസ് വെരി ഈസി. 0, 1 ഹോൾ സ്റ്റാർ എന്ന് പറയുമ്പോൾ എന്താണ്, എനി കോമ്പിനേഷൻ ഓഫ് സീറോസ് ആൻഡ് വൺസ്. എങ്ങനെ വേണമെങ്കിലും വരാം. സീറോസ് മാത്രം വരാം, ഒബ്വിയസ്ലി എപ്സിലോൺ ഉണ്ട്, കാരണം ഹോൾ സ്റ്റാർ ആയതുകൊണ്ട് എപ്സിലോൺ വരാം. എനി കോമ്പിനേഷൻ ഓഫ് സീറോസ്, എനി കോമ്പിനേഷൻ ഓഫ് വൺസ് ആൻഡ് എനി കോമ്പിനേഷൻ ഓഫ് 0, 1s. ഏത് രീതിയിലും 0 ഫോളോഡ് ബൈ 1, 1 ഫോളോഡ് ബൈ 0, എനിത്തിങ് വരാം. ഓൾറൈറ്റ്, ഇതിന് നമുക്ക് എങ്ങനെ വരയ്ക്കാൻ പറ്റും? വളരെ ഈസിയാണ്. നമ്മൾ എന്ത് ചെയ്യും, ഒരു ഇനീഷ്യൽ സ്റ്റേറ്റ്, അത് തന്നെ ആയിരിക്കും നമ്മുടെ ഫൈനൽ സ്റ്റേറ്റും. നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ തന്നെ ഒരു ലൂപ്പ് കൊടുക്കും, 0 and 1. ദാറ്റ് മീൻസ് എനിത്തിങ് വിച്ച് കംസ് ഈസ് അക്സെപ്റ്റഡ്, റൈറ്റ്? എനിത്തിങ് വിച്ച് കംസ് ഈസ് അക്സെപ്റ്റഡ്. എപ്സിലോൺ വരുവാണെങ്കിൽ അത് അക്സെപ്റ്റഡ് ആണ്. പിന്നെ 0s 1ന്റെ ഏത് കോമ്പിനേഷൻ വരുവാണെങ്കിലും യു ക്യാൻ സി 0, 1, 0, 0, 1, 1, 0. സപ്പോസ് ഈ ഒരു റാൻഡം ആയിട്ടുള്ള 0, 1ന്റെ കോമ്പിനേഷൻ എടുത്തു, 0 ഇവിടെ തന്നെ നിന്നു, 1 വരുവാണ് ഇവിടെ തന്നെ നിന്നു, 0 വരുവാണ് ഇവിടെ തന്നെ നിന്നു. സോ ബേസിക്കലി എന്താ പറയുന്നത്, ഏത് കോമ്പിനേഷൻ വന്നാൽ തന്നെ ഇവിടെ തന്നെ ഇത് നിൽക്കുള്ളൂ. സോ ദീസ് ആർ ദി ബേസിക്സ് ഓഫ് എന്താണ് റെഗുലർ എക്സ്പ്രഷൻ. നമുക്ക് എങ്ങനെയാണ് ഒരു ഫൈനൈറ്റ് ഓട്ടോമാറ്റിലോട്ട് നമുക്ക് മാറ്റാൻ പറ്റുക എന്നുള്ള കാര്യത്തിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി വരുന്ന വീഡിയോസ് നമുക്ക് കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള റെഗുലർ എക്സ്പ്രഷൻസ് സോൾവ് ചെയ്യാം. ഓൾറൈറ്റ്, സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദ കോൺസെപ്റ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്.